26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. കർക്കിടക മാസം ശക്തമായ കാറ്റുണ്ടാവും. കാലവർഷത്തിന്റെ ഭാഗമാണ് ആ കാറ്റ്. കർക്കിടകം പിറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് മലയോര തീരമേഖലകളിൽ അതിശക്തമായ കാറ്റ് വീശുന്നുണ്ട്. ഈ മാസങ്ങളിൽ ഉണ്ടാകുന്നതിന്റെ ഇരട്ടി വേഗത്തിൽ ഏതാണ്ട് 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശിയടിക്കുന്നുണ്ട്. എന്നാൽ ഇത് മഴക്കാറ്റല്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. അന്തരീക്ഷത്തിന്റെ താഴെത്തട്ടിലുള്ള കാറ്റിന്റെ ഉയരം കുറയുമ്പോഴാണ് തീരദേശ മലയോര മേഖലകളിൽ കാറ്റിന്റെ വേഗം കൂടുന്നത്. സാധാരണ 1.5 കിലോമീറ്റർ ഉയരത്തിൽ വീശേണ്ട കാറ്റ് 1 കിലോമീറ്റർ താഴെയാകുന്നു. ഇത്തരത്തിൽ അതിശക്തമായ വായു പ്രവാഹത്തിന്റെ കേന്ദ്രം ഭൂമിയോടടുക്കുന്നതാണ് കാറ്റ് കനക്കാൻ കാരണമെന്നാണ് കേരള സർവകലാശാലയിലെ പരിസ്ഥിതി ശാസ്ത്ര വിഭാഗം വ്യക്തമാക്കുന്നത്. ശക്തമായ കാറ്റ് പരമ്പരാഗത മത്സ്യമേഖലയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ജൂൺ അവസാന പകുതിയിൽ മാത്രം ഈ കാറ്റ് കാരണം മത്സ്യബന്ധനത്തിന് കേരള തീരത്ത് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കാലവർഷത്തിന്റെ പ്രധാന കാരണമായ സൊമാലി ജെറ്റ് സ്ട്രീം ശക്തമായിട്ടുണ്ട്. ആഫ്രിക്കൻ തീരത്ത് നിന്ന് അറബിക്കടൽ വഴി പശ്ചിമ തീരത്തേക്ക് ഈ കാറ്റ് വീശുന്നതോടെ കേരളത്തിൽ അന്തരീക്ഷത്തിൽ വൻതോതിൽ ബാഷ്പമുണ്ടാകുന്നു. ഉത്തരേന്ത്യയിലും ടിബറ്റിലും മറ്റും കടുത്ത ചൂട് മൂലം ശക്തമായ താപന്യൂനമർദ്ദവും തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉയർന്ന മർദ്ദവുമാണ് അനുഭവപ്പെടുന്നത്. ഈ മർദ്ദവ്യത്യാസം കുത്തനെ കൂടിയതോടെ ഉയർന്ന മർദ്ദമേഖലയിൽ നിന്ന് വായു അതിവേഗം കരയിലേക്ക് സഞ്ചരിക്കാനും തുടങ്ങി. ലക്ഷദ്വീപിന് മുകളിലെ ചക്രവാത ചുഴി കാറ്റിനെ ഒരിടത്തേക്ക് കേന്ദ്രീകരിപ്പിച്ചു. വ്യത്യസ്ത ദിശകളിൽ നിന്നുള്ള കാറ്റ് സന്ധിക്കുന്ന ഷിയർ സോൺ രൂപപ്പെട്ടതും കാറ്റിന്റെ വേഗം കൂട്ടാൻ ഇടയാക്കിയെന്നാണ് വിലയിരുത്തൽ. അറബിക്കടലിൽ ഉപരിതല താപനില ഉയർന്നത് കാരണം വായു ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയരുന്നുണ്ട്. ഇക്കാരണത്താൽ കടലിലെ തണുത്ത കാറ്റ് വേഗത്തിൽ കരയിലേക്ക് ഇരച്ചു കയറുന്നു. ഫലത്തിൽ ശക്തമായ കാറ്റുണ്ടെങ്കിലും അത് മഴക്കാറ്റല്ല എന്നുള്ളതാണ് സംസ്ഥാനത്തിന്റെ കാലാവസ്ഥ നേരിടുന്ന വെല്ലുവിളികളിലൊന്ന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.